അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഷാനാസ് വ്ലോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാനും അൽഹംദുലില്ലാഹ് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു മീഷോ ഹോളാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. മീഷോന്ന് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള കുറച്ച് കാഷ്വലായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുർത്തീസ് യെസ് ഡ്രസ്സസ്, അതേപോലെ തന്നെ പിന്നെ കുറച്ചൊരു ഔട്ട്ഫിറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മീഷോ എന്നുള്ള കുറച്ച് പ്രോഡക്ട്സ് മാത്രം യൂസ് ചെയ്തിട്ടുള്ളത്, അതായത് ഇന്നർ ടോപ്സ്, സ്കേർട്ട്, അതായത് ഓവർ സൈസ്ഡ് സ്ട്രെഗ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. സോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം. സോ അതിലുള്ള കുറച്ച് അതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ഒക്കെ കാണിച്ചു തരാം. അതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആവും. പിന്നെ ഞാൻ നിങ്ങളെല്ലാവരും എന്നോട് ചോദിച്ചിട്ടുള്ള ഓവർ സൈസ്ഡ് ടീഷർട്ട്, പിന്നെ കുറച്ച് ഷോർട്സിൽ ചോദിച്ചിട്ടുള്ള ഓവർ സൈസ്ഡ് ടീഷർട്ട്, ഒരു മൾട്ടി കളർഡ് ഞാൻ ഇട്ടത് കാണിച്ചു തരാം. ഈ ഒരു സംഭവം എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അത്യാവശ്യം എനിക്ക് നല്ല കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ടീഷർട്ട് ചോദിച്ചിട്ട് വരുന്നതിൽ അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങൾ അതിൽ തന്നെ ചോദിച്ചിട്ടുള്ള കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 ടോപ്സ്, അതായത് നല്ല പ്രൈസ് കുറവിൽ വാങ്ങിച്ചിട്ടുള്ള ടോപ്സ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. വേറെയും മീഷോന്ന് ട്രൈ ചെയ്തിട്ടുള്ള സെറ്റ്സ് ഒക്കെ ഉണ്ട്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. സോ വീഡിയോയിലോട്ട് ഓക്കെ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാനെല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, ഓരോന്നായിട്ട് കാണിച്ചു തരാം. മീഷോ ഹോൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് മീഷോ ഡ്രസ്സിൽ തന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ഡ്രസ്സാണ്, ഒരു മാക്സി ഡ്രസ്സാണ് ഫസ്റ്റ് കാണിച്ചു തരുന്നത്. ഇതൊരു റയോൺ മെറ്റീരിയൽ, ഒരു റയോൺ അല്ല സോറി, ഒരു നല്ലൊരു കോട്ടൺ കേട്ടോ. ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റയോൺ മെറ്റീരിയൽ, ഭയങ്കര സോഫ്റ്റ് അല്ല, അതേപോലെ ഒരു സോഫ്റ്റ് മിക്സ് ആയിട്ടുള്ള നല്ലൊരു കോട്ടൺ പ്ലസ് ആ ഒരു സോഫ്റ്റ് മിക്സ്. ഓക്കെ, നല്ലൊരു മെറ്റീരിയൽ ആണ്. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഭയങ്കര ആ ഒരു വടി പോലെ നിൽക്കുന്ന കോട്ടൺ നമുക്ക് ഇഷ്ടമുണ്ടാവില്ല വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇത് അങ്ങനെയല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതേപോലത്തെ ഒന്ന് തന്നെ ഞാൻ ഇതിന് മുന്നേയും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഒരു ബ്ലൂ ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. അതേ സംഭവം തന്നെയാണ് ഇതും വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇതിൻ്റെ ഒരു കളർ വന്നിട്ട് ഒരു റെഡിൽ പിങ്ക് മിക്സ് ആയിട്ടുള്ള, പക്ക റെഡ് അല്ല, റെഡിൽ പിങ്ക് മിക്സ് ആയിട്ടുള്ള, ഇത് ഞാനിവിടെ ഇട്ടുള്ളത് ഒരു പിങ്ക് ടീഷർട്ടാണ്, ഓവർ സൈസ്ഡ് ടീഷർട്ടാണ്. സോ ഇത് പക്ക പിങ്ക് ആണ്. സോ പക്ക പിങ്ക് അല്ല, വേറെ പലതരം പിങ്ക് ഉണ്ടല്ലോ, അതിലൊരു പിങ്ക് ആണ്. സോ ഇത് വന്നിട്ട് റെഡിൽ പിങ്ക് മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ്. നല്ലൊരു കളർ കേട്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു കളർ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ അതിൽ ഒരു പീച്ചും വൈറ്റും ക്രീമും ഒക്കെ ഇങ്ങനെ ഫ്ലോറലായിട്ട് വന്നിട്ട്, പിന്നെ എംബ്രോയ്ഡറി വർക്ക് വിത്ത് മിറർ വർക്ക് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കൊക്കെയാണ് വന്നിട്ടുള്ളത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇതിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ട് റൗണ്ട് നെക്കാണ് വരുന്നത്. സ്ലീവ് വന്നിട്ട് നോർമൽ 3/4 സ്ലീവ് ആണ്. ആ ഒരു നെക്കിന് ചുറ്റുമാണ് കേട്ടോ ഫുൾ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ളത്. ഒരു ആലിയ കട്ട് പോലെയാണ് വന്നിട്ടുള്ളത്. ആ ഒരു ഭാഗത്ത് പ്ലീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്, ബാക്ക് സൈഡിലും പ്ലീറ്റ്സ് വരുന്നുണ്ട്. ബാക്ക് സൈഡ് ഫുള്ളി ഈ ഒരു സെയിം പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. എംബ്രോയ്ഡറി വർക്ക് ഒന്നും വരുന്നില്ല. അത്യാവശ്യം ലെങ്ത് ഉണ്ട്, കാഫ് ലെങ്ത് ആണ്. നിങ്ങൾക്ക് സൈഡിലുള്ള ക്ലിപ്പ് കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. സോ ഇത് ഞാൻ എടുത്തിട്ടുള്ള സൈസ് വന്നിട്ടുള്ളത് എൻ്റെ നോർമൽ സൈസാണ്, XL. സോ നിങ്ങളെ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി. നിങ്ങൾ കറക്റ്റ് ഫിറ്റിൽ വന്നിട്ടുണ്ടാവും വരും. നിങ്ങൾക്ക് ഇതെന്തായാലും വാങ്ങിച്ചാൽ ഇഷ്ടപ്പെടാതിരിക്കില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ജസ്റ്റ് 450 റുപ്പീസിനാണ് ഞാനിത് ട്രൈ ചെയ്തിട്ടുള്ളത്. ആ ഒരു പ്രൈസിന് എന്തുകൊണ്ടും ഇത് വർത്താണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്, നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന, നിങ്ങളെല്ലാവരും എന്നോട് ചോദിച്ചിട്ടുള്ള ഈ ഒരു ഓവർ സൈസ്ഡ് ടീഷർട്ട്. ഇത് ഞാൻ മിന്ത്രയെന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഈ ഒരു ഓവർ സൈസ്ഡ് ടീഷർട്ട് മിന്ത്രയെന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഫുൾ മൾട്ടി കളർഡായിട്ട് വന്നിട്ടുള്ള ഒരു ഓവർ സൈസിൽ നല്ലൊരു ഫിറ്റിൽ നല്ലൊരു ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഈ ഒരു ഓവർ സൈസ്ഡ് ടീഷർട്ടാണ്. സോ ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് 400 സംതിങ്ങിനാണ് ഇത് ട്രൈ ചെയ്തിട്ടുള്ളത്. 460 480 അങ്ങനെ എന്തോ ആണ്. എന്തായാലും 400 സംതിങ്ങിനാണ് ഇത് ട്രൈ ചെയ്തിട്ടുള്ളത്. ആ ഒരു പ്രൈസിന് നല്ല വർത്തായിട്ട് തോന്നി, കാരണം കയ്യിൽ കിട്ടിയപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. എല്ലാ ഓവർ സൈസ്ഡ് ടീഷർട്ടും എനിക്ക് വലിയ കംഫർട്ടബിൾ ആയിട്ട് തോന്നാറില്ല. ഇതെന്തായാലും നല്ല ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. സോ ഇത് ഞാൻ എടുത്തിട്ടുള്ള സൈസ് വന്നിട്ട് XL ആണ്. ഞാനിവിടെ ആ ഒരു ഷോർട്ട്സ് ആഡ് ചെയ്യാം കേട്ടോ, അല്ലാതെ ഞാനത് സ്റ്റൈൽ ചെയ്ത വീഡിയോ ചെയ്തില്ല എന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ഷോർട്ട്സ് ആണ് ആഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് ഇത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഒരു വീഡിയോ ഞാൻ എന്തായാലും ഇതിട്ടിട്ടുള്ളത് സൈഡിൽ കൊടുക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും നല്ല ഫിറ്റിലൊക്കെയാണ് വന്നിട്ടുള്ളത്. സോ ഞാൻ പറഞ്ഞ സൈസ് വന്നിട്ടുള്ളത് XL ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. സോ എൻ്റെ നോർമൽ സൈസ് എടുത്തത് കൊണ്ട് തന്നെ, ഓവർ സൈസ്ഡ് ആയതുകൊണ്ട് തന്നെ അതെനിക്കൊരു റിലാക്സ്ഡ് ഫിറ്റിൽ ഓവർ സൈസ്ഡ് ഫിറ്റിൽ വന്നു. സോ നിങ്ങൾ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി, നല്ലൊരു ഫിറ്റിൽ കിട്ടും, ആ ഒരു ഓവർ സൈസ്ഡ് ഫിറ്റിൽ കിട്ടും. ഓക്കെ, വേറെ ഒന്നും ഇതിനെ പറ്റി പറയാമല്ലേ. എൻ്റെ ക്ലോസർ ഷർട്ട് കാണിച്ചു തരാം, മെറ്റീരിയൽ. പിന്നെ ഇട്ടിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഫിറ്റിംഗ് ഒക്കെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ അടുത്ത പ്രോഡക്റ്റ്. അപ്പോൾ ഞാൻ അടുത്തത് കാണിച്ചു തരാം.
ഓക്കെ, അപ്പൊ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഞാൻ പറഞ്ഞല്ലോ ഒരു ഔട്ട്ഫിറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, അതായത് ഒരു സ്കേർട്ടും ഷ്രഗും ഒരു ഇന്നർ ടോപ്പും ഇട്ടിട്ടുള്ളത്. സോ ബ്ലാക്ക് സ്കേർട്ടാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് 283 റുപ്പീസാന്ന് തോന്നുന്നു, ഏകദേശം ആ ഒരു പ്രൈസിൽ വന്നിട്ടുള്ള ഈ ഒരു സ്കേർട്ടാണ്. ഇതിന്റെ വേറെയും ഒരുപാട് കളേഴ്സ് മീഷോയിൽ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഈ ഒരു സ്കേർട്ടാണ്, നല്ല വൃത്തിയുണ്ട്, ഇട്ട് കഴിഞ്ഞിട്ട് നല്ല കംഫർട്ടബിൾ ആണ്. ആ ഒരു പ്രൈസിന് നല്ല വർത്ത് ആയിട്ട് തോന്നി. നിങ്ങൾക്ക് സ്കേർട്ട് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ഇത് എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ആ ഒരു പ്രൈസിന് നല്ല വർത്ത് ആയിട്ട് തോന്നി കേട്ടോ. ഓക്കെ, ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് ഒരു സാറ്റിൻ മെറ്റീരിയൽ അല്ല, സാറ്റിൻ മെറ്റീരിയൽ വരുന്നത് ഞാൻ ഇതിന് മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിലും കുറച്ചുകൂടി ഇതാണ് ഇഷ്ടമായിട്ടുള്ളത്. ഇതൊരു ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, യെസ്, ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. സോ ഇതാണ് നമ്മുടെ സ്കേർട്ട്. ഇട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഒരു ഇന്നർ ടോപ്പ്, ഇത് ഞാൻ മീഷോ തന്നെ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. ജസ്റ്റ് 196 റുപ്പീസിന് ട്രൈ ചെയ്തിട്ടുള്ളതാണ്. കുറേ യൂസ് ചെയ്തു, കണ്ടോ, കുറേ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കാണുന്ന അത്ര ഇല്ല കേട്ടോ, പക്ഷെ നമുക്ക് കാണുമ്പോൾ അങ്ങനെ മനസ്സിലാവില്ല. കുറേ യൂസ് ചെയ്തു, ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നല്ല ഒന്നാണ്. ഒരു അത്യാവശ്യം ഹൈനെക്കിൽ ഫുൾ സ്ലീവിൽ വന്നിട്ടുള്ള ഒരു റിബൺ, ആ ഒരു ഇതൊരു വിളിക്കുന്നുണ്ട്, ഒരു ഇന്നർ ടോപ്പാണ്. നല്ല വർത്തായിട്ട് തോന്നി. ഇതിന്റെ വൈറ്റും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. വൈറ്റിന്റെയും ബ്ലാക്കിന്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു നല്ലൊരു ഷ്രഗാണ്, ഒരു ഡെനിം ഷ്രഗാണ്. നല്ലൊരു ലൈറ്റ് വെയിറ്റിൽ വരുന്നത്. ഡെനിം എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു തിക്കിലല്ല വന്നിട്ടുള്ളത്, നല്ലൊരു ലൈറ്റ് വെയിറ്റിൽ വന്നിട്ടുള്ള നല്ലൊരു സ്ട്രെഗാണ്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നല്ല ട്രെൻഡി ആയിട്ട് തോന്നി. രണ്ട് ഭാഗത്തും പോക്കറ്റ് ഒക്കെ വരുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇടുമ്പോൾ നല്ലൊരു ലുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം ഒരു ഓവർ സൈസ്ഡ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. സോ എല്ലാം കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. രണ്ട് ഭാഗത്തും ചെറുതായിട്ടൊരു ഇങ്ങനെ ഓപ്പണിംഗ് ഒക്കെ വരുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ, സംഭവം നല്ല ഭംഗിയുണ്ട്. ഓക്കെ, രണ്ട് പോക്കറ്റ്, രണ്ട് സൈഡിലും പോക്കറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത്. 600 സംതിങ് വരുന്നുണ്ട് കേട്ടോ. എന്തുകൊണ്ടും ആ ഒരു പ്രൈസിന് പുറത്താണ്. ഏതായാലും ആ ഒരു പ്രൈസിന് മാത്രം ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ഔട്ട്ഫിറ്റ് സോ ഈ ഞാൻ ക്രിയേറ്റ് ചെയ്ത് സൂ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഔട്ട്ഫിറ്റ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതെന്തായാലും കമന്റ്സിൽ വന്നിട്ട് പറയാം. എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തോന്നി കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ജസ്റ്റ് 340 റുപ്പീസിന് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള ഈ ഒരു ഫ്ലെയർഡ് കോട്ടൺ കുർത്തിയാണ്. അതിന്റെ പ്രൈസ് എടുത്ത് പറയണമെന്ന് തോന്നി. അത്രയും വർത്ത് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കോട്ടൺ കുർത്തിയാണ്. നമുക്ക് കാഷ്വൽ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. ഇതിന്റെ 3 കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. റെഡ്, ബ്ലൂ, പിന്നെ ഈ ഒരു കളറുമാണ് വരുന്നത്. ഇത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കളറായിട്ട് എനിക്ക് തോന്നി. മറ്റതും അടിപൊളിയാണ്, എന്നാലും ഇത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. സോ ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇതിന്റെ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ്. ഫ്രണ്ടിൽ ഒരു റോപ്പ് വരുന്നുണ്ട്. പിന്നെ 3/4 സ്ലീവ് ആണ് വരുന്നത്. നോർമൽ 3/4 സ്ലീവ് ആണ്. ഫ്ലെയർഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ബാക്കിലും പ്ലേറ്റ് വരുന്നുണ്ട്. സെയിം ഒരു പ്രിന്റ് ആണ്. അത്യാവശ്യം സെയിം ഒരു പ്രിന്റിലാണ് ഫുൾ വന്നിട്ടുള്ളത്. കാഫ് ലെങ്ത് വരെ ഉണ്ട്. ഇട്ടിട്ടുള്ള ക്ലിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫുൾ ഐഡിയ കിട്ടും. അടിപൊളിയാണ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. നിങ്ങൾക്ക് കണ്ണും പൂട്ടി വാങ്ങിക്കാം. 340 റുപ്പീസിന് എന്തുകൊണ്ടും ഇത് നല്ല വർത്ത് ആയിട്ട് തോന്നുന്നു. നല്ല ക്വാളിറ്റി ഉണ്ട്. വാഷ് ചെയ്താൽ കളറിളക്കുക, നരയ്ക്കാൻ ചുരുങ്ങി പോവുക, അങ്ങനത്തെ ഒരു പ്രശ്നമുള്ള മെറ്റീരിയൽ ഒന്നുമല്ല. അടിപൊളിയാണ്. സോ ഞാൻ എടുത്തിട്ടുള്ള സൈസ് വന്നിട്ട് എക്സൽ ആണ്. എക്സലിന്റെ നോർമൽ സൈസ് ആണ് എടുത്തിട്ടുള്ളത്. സോ നിങ്ങൾ നോർമൽ സൈസ് ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് കറക്റ്റ് ഫിറ്റിൽ വന്നോളും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ അടുത്ത പ്രോഡക്റ്റ്. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ ഷോർട്സ് ത്രൂ നമുക്ക് കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഈ രണ്ട് വെസ്റ്റേൺ കൈൻഡ് ഓഫ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് ടോപ്സ് ഡ്രസ്സസ് ആണ് കാണിച്ചു തരുന്നത്. സോ ഇതിൽ ഒരുപാട് പേരാണ് കമന്റ്സ് ത്രൂ എന്നോട് ചോദിച്ചിട്ടുള്ളത്, ഇത് എവിടുന്ന ട്രൈ ചെയ്തിട്ടുള്ളത്, ഇതിന്റെ ലിങ്ക് ഉണ്ടോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ജസ്റ്റ് 450 റുപ്പീസിനാണ് ഗൈസ് ഇത് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത്. ആ ഒരു പ്രൈസിന് എന്തുകൊണ്ടും വേർത്താണ്. നല്ല ലുക്ക് ഉണ്ട്, നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്. രണ്ടും കളർ ചേഞ്ച് ആണ്. പ്രിന്റും കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. രണ്ടും ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ബ്ലൂവില് ഫ്ലോറലായിട്ട് വന്നിട്ടുള്ളതാണ് ഫസ്റ്റ് കാണിക്കുന്നത്. ഇതിന്റെ നെക്ക് വന്നിട്ട് എങ്ങനെ വി നെക്കാണ്. ബാക്കിൽ റൗണ്ട് നെക്ക്, ഫ്രണ്ടിൽ വി നെക്കായിട്ടാണ്. വി പ്ലസ് റൗണ്ട് ആ ഒരു നെക്കിലാണ് വന്നിട്ടുള്ളത്. സോ സ്ലീവ് വന്നിട്ട് ബലൂൺ സ്ലീവ് ആണ്. എൻഡിൽ എലാസ്റ്റിക് വരുന്നുണ്ട്. ബലൂൺ സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതൊരു കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരു കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയൽ ആണ്. അത്യാവശ്യം തിക്കായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ബട്ട് ഒരു കാര്യം പറയാനുണ്ട്. ഇതിന് ഇവിടെ കണ്ടോ, ഇവിടെ ഹോൾസ് ഉണ്ട്. നമ്മളൊരു ഇന്നർ ഇട്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ, കണ്ടോ ഈ ഒരു സംഭവം കണ്ടോ, ഇത് നമ്മളെ താഴെ വരെ വരുന്നുണ്ട്. ഈ ഒരു ഹോൾസ് പോലെ താഴെ വരെ വരുന്നുണ്ട്. പക്ഷെ അതിങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊരു കംഫർട്ടിന് വേണ്ടിയിട്ട് ഒരു ഇന്നർ ഇട്ട് കൊടുത്താൽ അടിപൊളിയായിരിക്കും. വേറെ ഒരു പ്രശ്നമില്ല. ഭയങ്കര ലുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നി. ഇതിട്ട് കഴിഞ്ഞപ്പം കാഷ്വലായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലാതെയൊക്കെ അടിപൊളിയായിട്ടുള്ള നല്ലൊരു ഡ്രസ്സാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ബാക്കിൽ ഇങ്ങനെ പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ഷോൾഡറിൻ്റെ ആ ഒരു ഏരിയയിൽ നിന്ന്
കംപ്ലീറ്റ് ഇങ്ങനെ ഒരു പ്ലീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഫ്രണ്ടിൽ ഇതാ ഈ ഒരു ഹിപ്പിൻ്റെ ഭാഗത്തു നിന്നാണ് ആ ഒരു പ്ലീറ്റ്സ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്. എല്ലാം കൊണ്ടും നല്ലൊരു ലൂസ് ഒരു റിലാക്സ്ഡ് ഫിറ്റിൽ വന്നിട്ടുള്ള ഒരു ടോപ്പ്. സോ ഇതേപോലെ തന്നെയുള്ള വേറൊരു ടോപ്പാണ്. പക്ഷെ പ്രിന്റ് സെയിം ടോപ്പ് തന്നെയാണ്. പക്ഷെ ആ ഒരു പ്രിന്റ് ഡിഫറെൻ്റ് ആണ്. പ്രിന്റും ഷെയ്ഡും ഒക്കെ മാറിയിട്ടുണ്ട്. സോ ഇതിൽ ഒരു ഷെയ്ഡും കൂടി ഉണ്ട്. പക്ഷേ ഇത് രണ്ടാണ് എനിക്ക് ഇഷ്ടമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇത് രണ്ടും ട്രൈ ചെയ്താണ്. ഒന്നുകൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് ചിലപ്പോൾ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നെക്കും വന്നിട്ട് ആ ഒരു റൗണ്ട് പ്ലസ് വി ആയിട്ടുള്ള ഒരു നെക്കാണ്. സംഭവം ഞാൻ സെയിം പറഞ്ഞതൊക്കെ സെയിം ആണ്. ആ ഒരു പ്രിന്റ് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇതിനും ആ ഒരു നമ്മളൊരു ഇന്നർ ഇട്ട് കൊടുക്കേണ്ടി വരും. കോട്ടൺ ബ്ലെൻഡ് ആണ് മെറ്റീരിയൽ. നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട് ഇട്ട് കഴിഞ്ഞിട്ട്. ഓക്കെ, കണ്ടോ സോ ഇവിടെ ഉറങ്ങുന്നുണ്ടായിരുന്നു, എണീറ്റിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. എത്രയായിരുന്നു? 450 റുപ്പീസ്. യെസ്, 450 റുപ്പീസിനാണ്. നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൈസ് ചെറുതായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് എന്തായാലും ആ ഒരു എന്തായാലും അണ്ടർ 500 ആയിരിക്കും. നല്ല വർത്ത് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ആ ഒരു ഇന്നർ ഇടണമെന്ന് ഉള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് എക്സൽ ആണ്. എൻ്റെ നോർമൽ സൈസാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു കുർത്തി സെറ്റാണ്. ഈ ഒരു കുർത്തി സെറ്റാണ് കാണിച്ചിട്ടുള്ളത്. ജസ്റ്റ് 480 റുപ്പീസിലാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പക്ഷേ ഞാൻ പറഞ്ഞുതരാം. ഇത് കാണിച്ച് തന്നിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇതിൻ്റെ നെക്ക് വന്നിട്ട് ഇങ്ങനെ വി നെക്കാണ്. ഒരു സീക്വൻസി വർക്കൊക്കെ ആയിട്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു നെക്കാണ് വന്നിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നി ആ ഒരു വർക്ക്. നോർമൽ 3/4 സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. നല്ലൊരു കളർ, ആ ഒരു ഫ്ലോറൽ വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷൻ. ഓക്കെ, ആ ഒരു ബ്ലാക്ക് ആണെങ്കിലും ഗ്രേ, പീച്ച്, ആ ഒരു ഏതാ ഒരു പിങ്ക്, ഒരു എല്ലാം ഒരു നല്ലൊരു കളർ കോമ്പിനേഷൻ. അതാണ് മെയിനായിട്ട് നമ്മളിതിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത്. ആ ഒരു പ്രിൻ്റൊക്കെയാണ് കേട്ടോ. പിന്നെ പാൻറ്റും വന്നിട്ടുള്ളത് നോർമൽ സിഗരറ്റ് പാൻറ്റാണ് വന്നിട്ടുള്ളത്. ഒരു പോക്കറ്റ്, ഒരു സൈഡിൽ മാത്രം പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ ഉണ്ടോ, ആ ഒരു പോക്കറ്റിനുള്ളിൽ നമ്മളെ ഈ ഒരു പ്രിൻ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇത് നോർമൽ സിഗരറ്റ് പാൻറ്റാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഈ പ്രിൻ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. പ്ലെയിൻ ആയിട്ടുള്ള ഒരു പാൻറ്റാണ്. പിന്നെ ഈ ഒരു ടോപ്പുമാണ്. ഇട്ടിട്ടുള്ള ക്ലിപ്പ് സൈഡിൽ കൊടുക്കാം. പക്ഷേ ഇത് സ്റ്റോക്ക് ഔട്ടാണ്. ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇത് സ്റ്റോക്ക് ഔട്ടാണ്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് അവൈലബിൾ ആയിരിക്കും. സോ നോക്കിയിട്ട് ഞാൻ എന്തായാലും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. നിങ്ങളൊന്ന് നോക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയൽ ആണ്. പിന്നെ പ്രൈസ് പറഞ്ഞു 480 റുപ്പീസാണ്. സൈസ് എക്സൽ ആണ്. നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി. കറക്റ്റ് ഫിറ്റിൽ വന്നോളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ലാസ്റ്റത്തെ പ്രോഡക്റ്റ്. ഇത്രയേ ഉള്ളൂ. അത്യാവശ്യം കുറച്ച് ഡ്രസ്സുകൾ കാണിച്ചു തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കാഷ്വലായിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ടോപ്സ് കാണിച്ചു തന്നു, ഒരു മാക്സി ഡ്രസ്സ് കാണിച്ചു തന്നു, സെറ്റ്സ് കാണിച്ചു തന്നു, പിന്നെ വെസ്റ്റേൺ ആ ഒരു ഡ്രസ്സ് കാണിച്ചു തന്നു. പിന്നെ എന്താ കാണിച്ചു തന്നെ, പിന്നെ നിങ്ങൾ ചോദിച്ച ഓവർ സൈസ്ഡ് ടീഷർട്ട് കാണിച്ചു തന്നു. പിന്നെ ആ ഒരു ഔട്ട്ഫിറ്റ് ക്രിയേറ്റ് ചെയ്ത സ്കേർട്ട്, ഇന്ന ടോപ്പ്, സ്ട്രഗ് ഇതൊക്കെ വരുന്ന അത് കാണിച്ചു തന്നു. അങ്ങനെ അത്യാവശ്യം കുറച്ചൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ആളെണീറ്റിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. സോ സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ. ബൈ. ജുനി സേ ബൈ. ബൈ.